ഇന്നിപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ബീച്ച് സൈഡിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പം നാഷണൽ ഹോളിഡേ സമയത്ത് മാംഗ്രോവ് ബീച്ച് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ നമുക്ക് ക്യാമ്പിംഗ് ഫെസിലിറ്റി, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ഓരോ ടെൻറ്റിനും നമ്മൾ 100 ദിറംസ് വെച്ചിട്ട് പേ ചെയ്യണം. പിന്നെ ബാർബിക്യൂവിന് 40 ദിറംസ് പേ ചെയ്യണം. അപ്പം ഒക്കെ കൂടി നോക്കുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയ സമയത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ വന്ന് വിട്ടു. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ വരുന്നവർ ഒന്നുകിൽ പോർട്ടബിൾ ടോയ്ലറ്റ് ഉള്ളവർക്കാണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഒന്ന് ലേറ്റ് നൈറ്റ് വരെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഓക്കെയാണ്. ഞങ്ങൾ വണ്ടികളൊക്കെ ഇങ്ങനെ ചേർത്തിട്ടിട്ട് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ടെൻറ്റുകളും ബാർബിക്യൂ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും മിഡ് നൈറ്റൊക്കെ കഴിയുമ്പോൾ തിരിച്ചു പോകുമോ അറിയില്ല. ഞങ്ങൾ ഏകദേശം ഒരു 12:30യോടുകൂടി തിരിച്ചു പോന്നു. പിന്നെ ബാർബിക്യൂ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ ക്രാബ് ഹണ്ടിങ്ങിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷേ മുമ്പ് ഒരിക്കൽ ഇതേ ഏരിയയിൽ വന്നിട്ട് ഞങ്ങൾ കുറേ അധികം ഞങ്ങൾക്ക് ഞണ്ടുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ ഇവിടെ ലീഗലാണോന്നൊന്നും അറിയത്തില്ല. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് അവരവരുടെ റിസ്കിൽ തന്നെ ചെയ്യണം. എന്തായാലും ബീച്ച് സൈഡിലായതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രാബിനെ ഒന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ ഒരു കുഞ്ഞൻ മീനിനെ ഇവിടെ ഇങ്ങനെ തീയിലിട്ട് ചുട്ടെടുക്കുകയാണ് ഇവിടെ കുട്ടികൾ. അപ്പോൾ ചെറിയൊരു വീക്കെൻഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.